ACCA അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. എന്താണ് ACCA? ACCAയിൽ എത്ര പേപ്പർ ഉണ്ട്? ആർക്കൊക്കെ ACCA പെർസ്യൂ ചെയ്യാം? ACCA പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇതൊക്കെയാണ് മിക്ക പിള്ളേരുടെയും കൺസേൺ. ആ കൺസേൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ആർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ BBA ഗ്രാജുവേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു +2 സ്റ്റുഡൻസ്, ഏത് സ്ട്രീം ആവട്ടെ, ACCA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. നിങ്ങൾ +2 കഴിഞ്ഞൊരു വ്യക്തിയാണോ, അതോ BCom അല്ലെങ്കിൽ BBA ഗ്രാജുവേറ്റ് ആണോ? അങ്ങനെയെങ്കിൽ ACCA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. +2 നിങ്ങൾ ഏത് സ്ട്രീം ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, നിങ്ങൾക്ക് ACCA ജോയിൻ ചെയ്യാം. ACCAയുടെ പേപ്പേഴ്സ് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് ടെക്നോളജി, ഈ 3 പേപ്പേഴ്സ്, നോളജ് ലെവലിലെ ഈ 3 പേപ്പേഴ്സും നിങ്ങൾക്ക് എന്താണ്, ഇതിന് വേണ്ടിയുള്ള ബേസ് നോളജ് തരുന്നു. സോ നിങ്ങളൊരു +2 സയൻസോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീം ആവട്ടെ, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ACCA ക്വാളിഫിക്കേഷൻ എടുക്കുന്നതുകൊണ്ട് അഡീഷണൽ എഫേർട്ട് ഇടേണ്ടി വരുന്നോ, അല്ലെങ്കിൽ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നോ, അങ്ങനെയൊന്നും ഇല്ല. ACCA എക്സാംസ് എങ്ങനെയാണ്? ACCA എക്സാംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. ആദ്യത്തെ 4 പേപ്പർ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസും, അതിനുശേഷം വരുന്ന പേപ്പേഴ്സ് നിങ്ങൾക്ക് CBE പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആണ് എക്സാംസ് എഴുതേണ്ടത്. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 4 സെഷൻസ് ഉണ്ടാവും: മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ഈ 4 വിൻഡോസിലും നിങ്ങൾ എക്സാം എഴുതും ഫോർ ദി റെസ്റ്റ് ഓഫ് ദി പേപ്പേഴ്സ്. ACCA ടഫാണോ? വെൽ, ACCA ടഫ് അല്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ലൈക്ക് ഫ്ലെക്സിബിലിറ്റി. ACCAയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമുക്ക് ഓരോ പേപ്പറും 1 at a time ആയിട്ട് എഴുതി, ഒരു പേപ്പറിന് തന്നെ മാക്സിമം ഫോക്കസ് കൊടുത്ത് നമുക്ക് പാസ്സാവുന്നൊരു പേപ്പറാണ് ACCA. എപ്പോൾ തൊട്ട് ഒരാൾക്ക് ജോലിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒരു ACCAയുടെ 9 പേപ്പർ അല്ലെങ്കിൽ 10 പേപ്പർ ക്വാളിഫൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഏതൊക്കെ ജോലിയിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഓഡിറ്റ് ഫീൽഡ് പോകണമെങ്കിൽ ഓഡിറ്റ് അസോസിയേറ്റ്, അഷുറൻസ് കൺസൾട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ടാക്സ് ഫീൽഡിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അനലിസ്റ്റ് റോളിലേക്ക് ഇനിഷ്യലി അപ്ലൈ ചെയ്യാം. ഫിനാൻസ് മേഖലയിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് മേഖലയിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അഡ്വൈസറി റോൾസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടാക്സേഷൻ്റെ മേഖലയിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പ്രൈസിങ്ങിലും ജോയിൻ ചെയ്യാം. സോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത് വെൻ യു ക്വാളിഫൈ അറ്റ്ലീസ്റ്റ് 9 or 10 പേപ്പേഴ്സ്. 12 lakh per annum സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത് സത്യമാണോ? എന്നാൽ അല്ല. നിങ്ങളൊരു 9 പേപ്പർ ക്വാളിഫൈഡ് ആവട്ടെ, അല്ലെങ്കിൽ 10 പേപ്പർ ക്വാളിഫൈഡ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ACCA അഫിലിയേറ്റ് ആവട്ടെ, depending upon your papers, depending upon your exposures, depending upon the organization and location you enter, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി വേരി ചെയ്യും. സോ ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാൻ പറ്റും, ഒരു 10 പേപ്പർ ക്വാളിഫൈഡ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 4.5 to 5.5 LPA ആണ് അവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുക. ആൻഡ് ഇഫ് യു ആർ ആൻ അഫിലിയേറ്റ് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഒരു 5.5 to 6.5 LPA ആയിരിക്കും.